KCL മൂന്നാം സീസൺ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് 11ാമത്തെ മത്സരം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പി വേഴ്സസ് കൊല്ലം. അതിൻ്റെ ആദ്യ ഇന്നിങ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിന് ഇരിക്കുന്ന തൊട്ട് മുമ്പാണ് അസറുദ്ദീൻ ഈ സീസണിൽ ആദ്യത്തെ സെഞ്ചുറി കുറിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്ത ബാറ്റേഴ്സിൽ ഒരാളാണ് അസറുദ്ദീൻ എന്നുള്ളത്. ഒരു മൂന്നാമത്തെ 50ആണ്. ആ മൂന്നാമത്തെ 50ൽ ആളൊരു സെഞ്ചുറിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹേഷേട്ടാ, നമ്മൾ ഈ കേരള ക്രിക്കറ്റ് സാഗ ഇങ്ങനെ തുടങ്ങി ആദ്യം പോയത് അസറുദ്ദീൻ്റെ അടുത്താണ്. അസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് 2 സീസണിൽ എന്തൊക്കെ ചെയ്തോ അതിനേക്കാൾ ബെസ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത്. ആൻഡ് വെരി ഫസ്റ്റ് മാച്ച് മുതൽക്ക് ആലപ്പുഴയുടെ വൈസ് ക്യാപ്റ്റനാണ്. ഒരു വലിയ ഭാരമാണത്. ഒരു കിരീടത്തിലേക്ക് പോകണം എന്നുള്ള എല്ലാ ആഗ്രഹവും കൊണ്ടാണ് അസർ ഇറങ്ങുന്നത്. പക്ഷേ വെരി ഫസ്റ്റ് മാച്ച് മുതൽക്ക് അസർ ഡെലിവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇന്നത്തെ മാച്ചിൽ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് നമ്മൾ. എങ്ങനെയുണ്ട് അസറിൻ്റെ ഒരു ബാറ്റിംഗ്? എന്താണ് ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, നമ്മൾ ഓരോ ബോളിനെയും കൃത്യമായി ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് എങ്ങനെ ഓരോ ബോളിനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അസർ പറയുന്നുണ്ട്. എന്താണ് അസറിൻ്റെ ഒരു ഇൻറ്റൻറ്റ് പ്രാവശ്യം? അസറിൻ്റെ ബാറ്റിംഗ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ ആസ്വദിച്ചിരുന്ന് പോകുന്ന ബാറ്റിംഗ് ശൈലിയാണ് മുഹമ്മദ് അസറുദ്ദീന്. പ്രത്യേകിച്ച് ഓരോ ബോളും എങ്ങനെ കളിക്കണമെന്ന് നമ്മൾ കുട്ടികൾക്ക് തുടക്കം മുതൽ പറഞ്ഞു കൊടുക്കില്ലേ. ഒരു ബോൾ വന്നാൽ ഇങ്ങനെ കളിക്കണം, ഒരു ബോൾ വന്നാൽ ഇങ്ങനെ പുൾ ഷോട്ട് അടിക്കണം, കട്ട് ഷോട്ട് അടിക്കണം എന്നുള്ളത്. അത് അപ്പാടെ ഗ്രൗണ്ടിൽ കൃത്യമായി നടപ്പാക്കുകയാണ് ശരിക്കും മുഹമ്മദ് അസറുദ്ദീൻ. അതായത് എങ്ങനെയാണോ ക്രിക്കറ്റ് ഒരു ബോളിനെ നേരിടണമെന്ന് ക്രിക്കറ്റ് പഠിക്കുമ്പോൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ അനായാസമായ ബാറ്റിംഗാണ് ഇന്ന് മുഹമ്മദ് അസറുദ്ദീൻ്റെ. സെഞ്ചുറി ഇപ്പോൾ നമ്മൾ കണ്ടു. അവസാന ഓവറിൽ MD നിതീഷിനെ 2 സിക്സർ അടിച്ചു, ഒരു ബൗണ്ടറി അടിച്ചു. എന്നിട്ടാണ് അദ്ദേഹം അവസാന പന്തിൽ ഒരു സിംഗിൾ എടുത്തൊരു സെഞ്ചുറിയിലേക്ക് എത്തുന്നത്. അർഹിച്ച സെഞ്ചുറിയാണ്. കാരണം 2 തവണ അദ്ദേഹം 50 നേടി. ആദ്യത്തെ തവണ അദ്ദേഹം 50 നേടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നമ്മളെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു, 68 റൺസ് എത്തി നിൽക്കുന്നു, ടീം ജയിക്കാൻ ഏതാണ്ട് 10-48 റൺസ് വേണം, 32 റൺസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നില്ലേ, ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അസർ ചിരിച്ചോണ്ട് അന്ന് പറഞ്ഞത് വരാനുണ്ട് എന്നാണ്. ആ വരാനുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അസാധ്യമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ശൈലിയാണ്. ഷറഫും അസറിന്റെ കളി ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്ത് സിമ്പിളാണ് അസർ. നമ്മൾ ഈ അസറിനെ പറ്റി പറയുമ്പോഴേ, അസർ ഇപ്പം ഇന്ന് ബാറ്റ് ചെയ്യേണ്ടിയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു സെഞ്ചുറി വരാനുണ്ട്. നമുക്കറിയാം ഉള്ള ബോളുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അസർ സിമ്പിളായിട്ട് സെഞ്ചുറിയിലേക്ക് കടന്നു വരും. എന്നിട്ടും ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ബാറ്ററോട് പറയണം അടിച്ചോ. അതായത് അടിച്ചോ എന്നാണ്. അതായത് സെഞ്ചുറി അല്ല, അവിടെ ടീമിന്റെ റണ്ണാണ്, ടീമിന്റെ സ്കോർ ബോർഡിലേക്ക് കൂടുതൽ റൺസ് കയറുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിന്ന സ്ട്രൈക്കർ നിന്ന ബാറ്റർ എന്ത് ചെയ്തു, വീണ്ടും ഒരു സിംഗിൾ എടുത്തിട്ട് അസർ സെഞ്ചുറി അടിക്കട്ടെ എന്നുള്ള രീതിയിൽ, അതൊരു ഒരു ടീം എന്നുള്ള രീതിയിൽ അവർ തമ്മിലൊരു ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ കൃത്യമായിട്ട് ആക്ഷേപിക്കുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നമ്മൾ ആലപ്പി തന്നെയുള്ള മറ്റൊരു താരം ജലജ് സക്സേന. ഇപ്പം നിലവിൽ ഓറഞ്ച് ക്യാപ്പിൽ അസറുദ്ദീനാണ് മുന്നിലെങ്കിൽ പർപ്പിൾ ക്യാപ്പിൽ മുന്നിലുള്ള ജലജാണ്. ജലജ് എന്നുള്ള ഒരു താരത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ വേറെ കൃത്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആൾ ഈ ഒരു സീസണിൽ ത്രൂ ഔട്ട് നടത്തിയൊരു പ്രകടനമുണ്ട്. 6 വിക്കറ്റുകളാണ് നിലവിൽ നേടിയിട്ടുള്ളത്. ഓരോ മത്സരത്തിലേക്ക് വരുമ്പോഴും ഭയങ്കര എക്കണോമിക്കലാണ്. സാധാരണ ഒരു T20 ഫോർമാറ്റിലെ ഒരു ബോളർ എക്കണോമിക്കൽ ആവുക എന്നുള്ളതാണ്, വിക്കറ്റ്സ് എടുക്കുന്നതിൽ അപ്പുറത്തേക്ക് എക്കണോമിക്കൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ജലജ് വരുമ്പോൾ രണ്ടും ബാലൻസ്ഡ് ആണ്. വിക്കറ്റ്സ് ഡെലിവർ ചെയ്യുന്നുണ്ട്, എന്നാൽ റൺസ് അധികം കൊടുക്കുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള ഒരു 4ാമത്തെ മത്സരമാണ്, അല്ലെങ്കിൽ 3ാമത്തെ മത്സരമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളമാണ് ജലജ് എന്നുള്ള ഒരു പ്ലെയറിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഈ നമ്മൾ ജലജ് സക്സേനൻ്റെ പ്രകടനം പറയുമ്പോൾ നമ്മൾ അറിയാം, രഞ്ജി ട്രോഫിയിൽ നമുക്ക് ദീർഘകാലം ജലജിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ KCLലേക്ക് വരുമ്പോൾ ജലജ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്കൊരു സാഹചര്യം, കാരണം T20 ആണ്, അതിവേഗ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ആവും എന്നുള്ള രീതിയിൽ ഏറ്റവും സീനിയർ പ്ലെയറും കൂടിയാണ്. പക്ഷേ നമ്മൾ ഈ സീസൺ എടുക്കുകയാണെങ്കിൽ ഈ വിക്കറ്റ് ടേക്കിങ്ങിൽ ഇപ്പം നിലവിൽ 6 വിക്കറ്റ് നേടിക്കഴിഞ്ഞു, ഇതിനോടൊപ്പം നേടിക്കഴിഞ്ഞു. മാത്രമല്ല ആലപ്പി റിപ്പിൾസിൻ്റെ മുൻനിര ബോളറായി സക്സേന മാറിക്കഴിഞ്ഞു. മാത്രമല്ല ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പം അവരുടെ ബാറ്റിങ്ങിലാണ് ജലജ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. നമുക്കറിയാം ഓപ്പണിങ്ങിൽ കാര്യമായ സംഭാവനയൊന്നും ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ, അത്രയില്ല. പക്ഷെ അത് ബോളിങ്ങിൽ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ജലജിൻ്റെ. നമ്മൾ സുനിൽ നരേൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എടുക്ക് പറയാറുണ്ട്. സുനിൽ നരേൻ്റെ ബാറ്റിങ്ങിൽ ഓപ്പണിങ്ങിൽ മോശമായാലും ബോളിങ്ങിലേക്ക് വരുമ്പം സുനിൽ എറിഞ്ഞു പിടിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ T20 സക്സേന എടുക്കുന്നത്. കൃത്യമായിട്ട് ബ്രേക്ക് ത്രൂ വിക്കറ്റുകൾ നൽകുന്നുണ്ട്. അതേപോലെ ടീമിന് ആവശ്യമുള്ള സമയത്ത് മത്സരം ടൈറ്റ് ചെയ്യുന്ന പ്രകടനം. അത്തരത്തിൽ ഈ സീസണിൽ ഇപ്പം ആലപ്പി റിപ്പിൾസ് നമുക്കറിയാം 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് നിലവിൽ പോയിന്റ് ടേബിളിൽ. ഇതുവരെയുള്ള അവരുടെ ഒരു പെർഫോമൻസിൽ ഇപ്പം ബാറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു അസറുണ്ട്, സച്ചിൻ ബേബി ഉണ്ട്, ഒക്കെ
ഒരു ടോപ്പ് ഓർഡർ നല്ല സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അതിലൊപ്പം തന്നെ ബോളിങ്ങിൽ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു താരം ജലജ് സക്സേന തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൃത്യമായിട്ട് ഈ ഒരു KCL അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. യെസ്, ഞാൻ ഈ യാത്രക്കിടയിൽ ആലപ്പുഴ ഗ്രൗണ്ടിന്റെ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ജലജ് സക്സേന ഒറ്റക്ക് ഒരു ദിവസം നട്ടുച്ചക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജലജ് സക്സേന എത്രമാത്രം എന്താ പറയുക, ഈ പരിശീലനത്തിന് അദ്ദേഹത്തിന് 1-2 ദിവസം പരിശീലനം യാത്രക്കിടയിൽ നഷ്ടമായതാണ്. അദ്ദേഹം ഇങ്ങനെ പരിശീലനം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കമ്മിറ്റഡ് ആണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജലജ് സക്സേന അവിടെ പരിശീലനം നടത്തുന്നത് ഞങ്ങൾ. അതായത് ഒരു ബോൾ മതി ശരിക്കും T20 കളി പിടിക്കാന്നുള്ള. പക്ഷേ ജലജ് എറിയുമ്പോൾ മിനിമം ഒരു ഓവറിൽ ആൾ കളി ഡേറ്റ് ചെയ്യും. അതായത് ഒരൊറ്റ ഓവർ കൊണ്ട് ഒരു സ്പെല്ല് കൊണ്ട് ചിലപ്പം ഒരു പക്ഷേ അതുവരെ നല്ല മൊമെന്റത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബാറ്റർമാരെ മൊത്തം വരിഞ്ഞു മുറുക്കുക എന്ന് പറയില്ലേ, അതായത് അയാളുടെ എക്സ്പീരിയൻസും കൂടിയാണ് ആ പന്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾക്ക് ആലപ്പിയിൽ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി റൺസ് ബാറ്റിൽ നിന്ന് തരും. ചില മത്സരങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആയിരിക്കണമെന്നില്ല എല്ലാ ദിവസവും, പക്ഷേ അല്ലാത്ത മത്സരങ്ങൾ ഒന്ന് ടച്ചിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് വരുന്ന ആലപ്പുഴയുടെ ഒരു ക്യാപ്റ്റനാണ് അവരുടെ. ഇനി നമുക്ക് നേരെ കാലിക്കറ്റിലേക്ക് ചാടാം. കാലിക്കറ്റിൽ നമുക്കറിയാം അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അത് മിനിമം ഗ്യാരണ്ടി അല്ല, അതൊരു മാക്സിമം ഗ്യാരണ്ടിയാണ്. എല്ലാ മത്സരത്തിലും മാക്സിമം ഡെലിവർ ചെയ്യുക. 2 മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം, 4 മത്സരം കൊണ്ട് 2 മാൻ ഓഫ് ദ മാച്ച് വാങ്ങുമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല T20. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയ്ക്കെതിരെ ഒരു സെഞ്ചുറിക്കരികിൽ വീണു എന്ന് പറയാൻ പറ്റില്ല. കാരണം ചേസ് ആയിരുന്നു, എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്കോറിലേക്ക് ടീമിനെ എത്രയും പെട്ടെന്ന് എത്തിച്ചു. കളി വിജയിക്കുന്നു, ടേബിൾ ടോപ്പാണ്. എങ്ങനെയുണ്ട് രോഹൻ കുന്നുമൽ എന്നുള്ളൊരു താരവും അയാളുടെ ഒരു പെർഫോമൻസും? രോഹൻ കുന്നുമൽ നമ്മൾ ഒട്ടും രോഹന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും അപ്രതീക്ഷിതം എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പെർഫോമൻസ് തന്നെയാണ് രോഹൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അസാധ്യമായിട്ടുള്ള, നമ്മൾ ഈ താരങ്ങളുടെയൊക്കെ കളി കാണുന്ന സമയത്ത് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇന്ത്യൻ ടീമിൽ ഇതുവരെ അവർക്ക് അവസരം കിട്ടാതെ പോയതെന്ന് നമ്മൾ തോന്നിപ്പോകും. അത്ര സിമ്പിളായിട്ടും അത്ര നമ്മളെ എന്താ പറയുക ആവേശത്തിലാഴ്ത്തിയാണ് ഇവരെ കളി പ്രകടനം എന്ന് പറയുന്നത്. രോഹൻ പറഞ്ഞതുപോലെ ഈ 94 എത്തിയിട്ട് ലോങ് ഓഫിൽ ഒരു ക്യാച്ച് കൊടുത്തിട്ടാണ് രോഹൻ പോകുന്നത്. രോഹൻ വേണമെങ്കിൽ ആ പന്തൊന്ന് അങ്ങനെ ഹിറ്റ് ചെയ്യാതൊക്കെ കളിക്കായിരുന്നു. പക്ഷേ ക്രിക്കറ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ അതിവേഗം എത്തുക എന്നുള്ളത്. രോഹനോട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു ഇതിന് ശേഷം. കളിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ മുഹമ്മദ് അസറുദ്ദീൻ സെഞ്ചുറി നേടുന്നതിന് മുൻപ് സെഞ്ചുറി അർഹിച്ച ഒരാളും രോഹൻ കുന്നുമലായിരുന്നു. നേരിയ വ്യത്യാസത്തിന്, ക്രിക്കറ്റാണല്ലോ, നേരത്തെ പറഞ്ഞ ഒരു ബോളിൻ്റെ കളിയാണല്ലോ. പക്ഷേ രോഹൻ കുന്നുമൽ എന്നുള്ള ക്യാപ്റ്റൻ ഭയങ്കര പക്വത അത് ക്യാപ്റ്റൻസിയിലും കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലും അദ്ദേഹം കാണിക്കുന്നുണ്ട്, ഫീൽഡിൽ അദ്ദേഹം ബാക്കിയുള്ള താരങ്ങളെ ക്രമീകരിച്ച് നിർത്തുന്നതിൽ, തന്ത്രങ്ങൾ മെനയുന്നതിൽ. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാലിക്കറ്റ് ആദ്യ മത്സരം തൃശ്ശൂരിനോട് തോറ്റതാ, പിന്നീട് ഇതുവരെ അവർ തോറ്റിട്ടില്ല. മാത്രമല്ല ചെറിയ സ്കോറിനാണ് പല മത്സരങ്ങളും അവർ ജയിക്കുന്നത്. 147 റൺസൊക്കെ എടുത്ത് ചേസ് ചെയ്തിട്ടാണ് അവർ പല മത്സരങ്ങളിലും കളി ജയിക്കുന്നത്. നമ്മൾ ഈ ഒരു കാലിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിൻ്റെ ടാറ്റിക്സ് അല്ലെങ്കിൽ ബോളേഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ബാറ്റർ എന്ന നിലക്ക് രോഹൻ ഈസ് പെർഫെക്റ്റ് എന്നുള്ളത് നമ്മൾ ഈ സീസണിലെ മത്സരങ്ങൾ കൊണ്ട് കണ്ടു. ഒരു ക്യാപ്റ്റൻ എന്ന നിലക്ക് അയാൾ തൻ്റെ ബോളർമാരെ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കണം. നമ്മൾ കഴിഞ്ഞ കാലിക്കറ്റിൻ്റെ മത്സരം നോക്കാം. കാലിക്കറ്റിന് വേണ്ടിയിട്ട് ഹരികൃഷ്ണനും അതുപോലെ തന്നെ അഖിൽ സ്കറിയയും എറിയാൻ വരുന്നു. 2 ആളുകളും മെയ്ഡൻ വിത്ത് 2 വിക്കറ്റാണ് എറിഞ്ഞെടുക്കുന്നത്. അതായത് T20 നമ്മൾ പറയില്ലേ, ഒരു T20 ഒരു മെയ്ഡൻ എറിയാന്ന് പറഞ്ഞാൽ തന്നെ സംതിങ് സ്പെഷ്യലാണ്. അത് വിത്ത് വിക്കറ്റ് ആണെങ്കിൽ അതിലും സ്പെഷ്യലാണ്. പക്ഷെ 2 വിക്കറ്റ്, അതും 2 താരങ്ങൾ ഒരേ മത്സരത്തിൽ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ക്യാപ്റ്റന് ആ ബോളർമാരിലുള്ള വിശ്വാസം, ഈ ഓവറിൽ ഈ പ്ലെയറിൻ്റെ മുന്നിലേക്ക് ഈ ബോളറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ക്യാപ്റ്റനെ പറഞ്ഞു, അഖിൽ സ്കറിയ എന്നുള്ളൊരു വൈസ് ക്യാപ്റ്റൻ ഉണ്ട്. ഈ വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിലെ ലിസ്റ്റ് എടുത്ത് നോക്കാം, നമുക്ക് അഖിൽ സ്കറിയയുടെ പേര് കാണാൻ പറ്റും. ബോളിങ്ങിൽ വിക്കറ്റ്സ് എടുത്തോലെ പേര് നോക്കിയാൽ അവിടെ അഖിൽ സ്കറിയയുടെ പേരുണ്ട്. നമ്മൾ ഈ ഒരു ചർച്ച നമ്മൾ ഇതിന് മുമ്പ് സീസൺ തുടങ്ങും മുമ്പ് ചർച്ച ചെയ്തപ്പം ഉറപ്പിച്ചു വെച്ചോളൂ, ഈ ഒരു സീസണും കൂടി അഖിൽ സ്കറിയ അയാളുടെ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ IPLലേക്കുള്ള യാത്രയാണ്. അതിപ്പോഴേ വെറും 4 മത്സരം കൊണ്ട് അഖിൽ സ്കറിയ പറഞ്ഞു വെക്കുന്നുണ്ട്. അഖിൽ സ്കറിയ എന്നുള്ളൊരു താരത്തിന് ഇനി IPLലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ IPL വലിയൊരു ഭാരമായിട്ട് തോന്നേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരൊറ്റയടിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാനുള്ളൊരു പാത തുറന്നു വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ ഈ KCL 6 ടീമുകൾ പരിശോധിക്കുമ്പോൾ ഓരോ ക്യാപ്റ്റനും ഒരു ട്രംപ് കാർഡായിട്ടൊരു പ്ലെയർ ഉണ്ടാവും. അപ്പോൾ കാലിക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ അത് ഒരു താരമായിട്ട് എനിക്ക് തോന്നില്ല. ഒരു പിടി കളിക്കാർ അവർക്കുണ്ട്, മികച്ച കളിക്കാർ. ഓരോ കളിയിലും വ്യത്യസ്ത കളിക്കാർ മാറി മാറി ഫോമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അഖിൽ സ്കറിയൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ അഖിൽ സ്കറിയ ഒരു ഏത് പൊസിഷനിൽ കളിക്കാനും പറ്റിയൊരു പ്ലെയറാണ്. നമുക്കിപ്പം ലോവർ ഓർഡറിൽ ഫിനിഷർ റോൾ കൊടുത്താൽ അത് യൂട്ടിലൈസ് ചെയ്യും. ആങ്കർ റോളിൽ കളിക്കണമെങ്കിൽ അവിടെ കളിക്കാനും തയ്യാറാണ്, പെർഫോം ചെയ്തിട്ടുണ്ട്. അതേമാതിരി ബോളിങ്ങിലേക്ക് വരുമ്പം ബോളിങ്ങിൽ മറ്റേ നിർണായക സമയത്ത് പല വിക്കറ്റുകളും നമ്മൾ അഖിൽ സ്കറിയ എടുക്കുന്നത് കണ്ടു. മാത്രമല്ല കഴിഞ്ഞ മത്സരമാണെന്ന് തോന്നുന്നു
ഈ കൊച്ചിക്കെതിരെയുള്ള മത്സരം കൊച്ചി 147 റൺസ് എങ്ങാനാണ് കാലിക്കറ്റ് സ്കോർ ചെയ്തത്. ആ സ്കോർ ചേസ് ചെയ്തിട്ടാണ് ആ സ്കോർ ഡിഫെൻഡ് ചെയ്തിട്ടാണ് കാലിക്കറ്റ് ജയിക്കുന്നത്. അത്തരത്തിൽ മാത്രമല്ല അവരെ ഫീൽഡിങ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫീൽഡിങ്ങിൽ കൃത്യമായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോ രോഹന് മത്സരം നമ്മൾ എടുത്താൽ മതി, കറക്റ്റ് ഒരു കൃത്യമായിട്ട് IPL സ്റ്റൈലില് ബാസിത്തൊക്കെ പറന്നു പിടിക്കുന്ന IPL ഇന്റർനാഷണൽ മാച്ചസിലൊക്കെ കാണുന്ന പറന്നു പിടിക്കുന്ന സാധനം പോയിന്റിൽ ബാസിത്ത് വന്ന് ബോളിന് മേലേക്ക് മറ്റേ ഈ പരുന്തൊക്കെ വന്ന് ഒരു റാഞ്ചി പറക്കലായിരുന്നു അത് ഉണ്ടായിരുന്നു. അതുപോലെ ഈ അഖിൽസ്കറിയെ കുറിച്ച് ഒരു വാക്ക്, ഞാൻ അഖിൽസ്കറിയെ നമ്മളെ യാത്രക്കിടയിൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കേരള ക്രിക്കറ്റിന്റെ ഹാർദിക് പാണ്ഡ്യ എന്നാണ്. അച്ചട്ടാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇറക്കാം. വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു പ്ലെയറാണ്. എന്തുകൊണ്ട് IPL എന്നുള്ള ചോദ്യവും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിലേക്ക് കളിക്കാനായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പാകപ്പെടാനുണ്ടെന്നാണ്. അഖിൽസ്കറിയ പാകപ്പെട്ടിട്ടുണ്ട്. അല്ല, നമ്മള് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 25 വിക്കറ്റ് വീതെടുത്ത് ആൾ ഈ വർഷവും ആ ഒരു ടച്ച് സ്വന്തം ബാരിയർ മറികടക്കുമെന്നാണ് ചോദിച്ചേ. ഇപ്പം തന്നെ 5 വിക്കറ്റിലായിരിക്കുന്നത്. മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ കോഴിക്കോടിൽ ഒരു പ്ലെയറെ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്, കൃഷ്ണദേവൻ എന്നുള്ള ഒരു പ്ലെയർ നമ്മൾ ഈ ഒരു ലേല ടേബിളിൽ വന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വന്നപ്പോൾ ആളുകൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്, ഈ പ്ലെയർ ഈ ഒരു പ്രൈസ് റേഞ്ച് അത് അയാൾക്കൊരു ഭാരമാകുമെന്ന്. പക്ഷെ ആ ഭാരമൊന്നുമില്ല. ഞാൻ എന്തിനാണ് എന്നെ ഈ ഒരു ടീം എടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് കൃഷ്ണദേവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കളിയിലെ മാൻ ഓഫ് ദി മാച്ചാണ്, ഒരു ഭയങ്കര ഹിറ്ററാണ് എന്നുള്ളത്, ഒരു പെർഫെക്റ്റ് ഹിറ്ററാണെന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മത്സരം നേരിൽ കണ്ടതാണ് വായിച്ചേട്ടൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മത്സരത്തിലെ ഒരു പ്ലെയറിൻ്റെ പ്രകടനം? ഞാൻ അതിനു മുമ്പ് ഒരു കഥ പറയട്ടെ. പ്രേക്ഷകരെ ഞാനൊരു കഥ പറയാം. ഇത് സിനിമാ കഥയല്ല, യഥാർത്ഥത്തിൽ നടന്നൊരു കഥയാണ്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ തുമ്പ, അവിടുത്തെ ഒരു ക്രിക്കറ്റ് താരം, അയാൾ ക്രിക്കറ്റ് നന്നായി കളിക്കും. കോളേജ് കഴിഞ്ഞു, ക്രിക്കറ്റ് അവസാനിച്ചു. ക്രിക്കറ്റ് കിറ്റ് വാങ്ങിക്കാനുള്ള പണമില്ല, ബാറ്റ് വാങ്ങിക്കാനുള്ള പണമില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ നേരെ കൂലിപ്പണിക്ക് ഇറങ്ങി. കൂലിപ്പണി എന്ന് പറയുമ്പോൾ സാധാരണ ഡെയിലി ചെയ്യുന്ന എന്ത് ജോലിയും എന്നുള്ളത്. ആക്രി എന്ന് പറയുമ്പോൾ നമ്മളെ ബിൽഡിങ്ങുകൾ പൊളിച്ച മണ്ണ് വേസ്റ്റുകൾ വേറെ ലോറിക്കകത്ത് കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ആ തൊഴിലെടുത്തപ്പം ജീവിക്കാനുള്ള പൈസ തികയുന്നില്ല. അയാളുടെ അച്ഛൻ ഒരു ലോണ്ടറി കടയിലാണ്, അമ്മ വീട്ടിലാണ്, ചേച്ചി പഠിക്കുകയാണ്, PSC പഠിക്കാൻ. അവസാനം ഈ ചെറുപ്പക്കാരൻ നാട് വിട്ടു എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോവാണ്, ജോലി എടുത്തിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. സൊമോട്ടോയിൽ ഓടി, അവിടുത്തെ ഡെലിവറി ബോയ് ആയി 8 മാസം ഓടി. സൊമോട്ടോ ഓടുന്നതിനിടയിൽ അവിടുത്തെ ടർഫിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, എന്നെ ടീം കൂട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞു കൂട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൂട്ടി കളി തുടങ്ങി. ആദ്യത്തെ കളി അവർ ഈ പറഞ്ഞ ആളുടെ താരത്തിൻ്റെ അവർ കളി തോൽക്കാൻ പോവാം. 25 പന്ത് 85 റൺസ് അടിച്ച് ആ ടീമിനെ ജയിപ്പിച്ച് ആ ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ. അപ്പോൾ ആ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള സാഗർ എന്ന് പറഞ്ഞിട്ടൊരാൾ, നീ ഇവിടെ നിൽക്കണ്ട, ഈ നാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് 5 ബാറ്റും ക്രിക്കറ്റ് പാഡും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അയാൾ നാട്ടിലെത്തി KCL കളിച്ചു. അയാളുടെ പേരാണ് കൃഷ്ണദേവൻ. എനിക്ക് അത്ര അയാളെ കുറിച്ച് പറയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞുതരാം. ഈ IPL ഓപ്ഷൻ നടക്കുന്ന ഡേ, ഈ KCL ഓപ്ഷൻ നടക്കുന്ന ഡേ, ഈ കഴിഞ്ഞ 10-ാം തീയതി കൃഷ്ണദേവൻ എന്ത് ചെയ്യായിരുന്നു പറയാം. കാലിക്കറ്റുകാരെ, നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യായിരുന്നു എന്നറിയാമോ? അയാൾ പുല്ല് വെട്ടുകയായിരുന്നു. അയാളുടെ വീടിന് സമീപത്തുള്ള ഒരു പുരയിടത്തിൽ അവരുടെ സുഹൃത്തുക്കൾ 3-4 പേര് പുല്ല് വെട്ടുകയായിരുന്നു. ഈ കഥ ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇത് ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ കൃഷ്ണദേവനെ വിളിച്ചു. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നതിന് മുൻപ് കൃഷ്ണദേവനുമായി 10-20 മിനിറ്റ് സംസാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് രോമാഞ്ചം എന്ന് പറയില്ലേ കൃഷ്ണദേവൻ്റെ കാര്യത്തിൽ, അസാധ്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആ പ്ലെയറിൽ കാണുന്നുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോ, കേരള ക്രിക്കറ്റിൽ IPL നമാനോജ ഈ അടുത്ത് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിലും കൃഷ്ണദേവൻ പതിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IPL ഓപ്ഷൻ സമീപകാലത്ത്, ഈ വർഷം ഞാൻ പറയുന്നില്ല, കൃഷ്ണദേവൻ്റെ പേരുണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ വിശ്വാസം, ഉണ്ടാകണം. അത്രയേറെ ഒരു മത്സരത്തിൽ ഓർമ്മയുണ്ടോ, കൊച്ചിക്കെതിരെയുള്ള KM ആസിഫ് 140+ എറിയുന്ന KM ആസിഫിനെ ഓഫ് സൈഡിൽ വരുന്നൊരു പന്ത് ഒരു പുൾ ഷോട്ട് ഡീപ്പ് മിഡ് വിക്കറ്റിന് മുകളിലേക്ക് ഒരു ഷോട്ട് അടിച്ചിരുന്നു ഗാലറിയിലേക്ക്. പവറാണ് അതിന് കാരണം. കൃഷ്ണദേവൻ ജാവലിൻ ത്രോ പ്ലെയറാണ്, ഷോൾഡർ പവറാണ്.
ബേസിൽ തമ്പിയെ അസാധ്യം. നമുക്ക് ഈ കൃഷ്ണദേവൻ്റെ പെർഫോമൻസ് എനിക്കത് കളി കാണണം. ഞാൻ മനസ്സിലാക്കി ഷർഫും അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഷർഫിനത് കാണുമ്പോൾ പറയാം കൃഷ്ണദേവൻ എന്താണ് ഗ്രൗണ്ടിലത്. അതിനപ്പുറത്തേക്കാണ് ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഈ സാഗർ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കൂടി പറഞ്ഞു പോകണം. സാഗറിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ഒന്നും കൃഷ്ണദേവൻ അങ്ങനെ അറിയില്ല എന്ന് വെച്ചാൽ. ദൈവതുല്യനാണ് ഈ സാഗർ എന്ന് പറയുന്നത്. നമുക്കും അദ്ദേഹത്തെ അറിയില്ല. 4-5 ബാറ്റ് വാങ്ങിച്ചു കൊടുത്ത് നീ ഇവിടെ നിൽക്കണ്ട, നീ നാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കണം എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് നമുക്കിന്ന് KCL കൃഷ്ണദേവൻ എന്ന് പറയുന്ന താരത്തെ കിട്ടിയത്. അതിനപ്പുറത്ത് KCL എന്ന പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൃഷ്ണദേവനെ കാണുന്നത്. കൃഷ്ണദേവൻ ഒന്നും പറയാനില്ല. കൃഷ്ണദേവൻ ഒരു അസാധ്യമാണ്, നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന, ക്രിക്കറ്റ് താരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന, അല്ലെ ക്രിക്കറ്റിലേക്ക് വരാൻ പോകുന്നവർക്ക്, ആഗ്രഹമുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു പേരാണ് കൃഷ്ണദേവൻ്റെ. നമുക്ക് കൊല്ലത്തിലേക്ക് വരുമ്പം കൊല്ലം ഒരുപാട് പ്ലെയേഴ്സിനെ മാറ്റി പുതിയൊരു സ്ക്വാഡുമായി പുതിയൊരു ക്യാപ്റ്റനുമായിട്ടാണ് ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. വത്സൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നിതീഷ് MD ഇന്നത്തെ മത്സരത്തിൽ ഓപ്പണിംഗ് ഓവർ ഫസ്റ്റ് ഓവർ മെയ്ഡൻ എറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മളീ പറഞ്ഞ അസറുദ്ദീനും ജലജക്സേനയും ഒക്കെ കളിച്ച ഓപ്പണിംഗ് സ്പെല്ലിന് അവർക്കെതിരെ മെയ്ഡനൊക്കെ എറിഞ്ഞിരിക്കുക. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് കൊല്ലം നിരയിൽ ഈ KCL ബെസ്റ്റ് പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ അത് അരുൺ പൗലോസാണ്. നമ്മൾ പറയില്ലേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അത് ഫുട്ബോളിൽ പലരും തെളിയിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുട്ബോൾ ആ ഒരു കായികക്ഷമത നിലനിർത്തിയ ഒരുപാട് താരങ്ങളായിരുന്നു. ക്രിക്കറ്റിൽ പലപ്പോഴും നമ്മൾ കാണാറില്ല. ക്രിക്കറ്റിലൊരു 30s മിഡ് 30s കഴിഞ്ഞാൽ പലരും ഒന്ന് പിന്നോട്ടേക്ക് വലിഞ്ഞ് താല്പര്യം കുറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു ചില ഫോർമാറ്റുകളിൽ നിന്നൊക്കെ മാറി ഒരു ലോങ് ഫോർമാറ്റൊക്കെ കളിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ നമ്മൾ നോക്കുക, ഒരു T20 ഫോർമാറ്റ്, അതും ഒരു ഹോംലാൻഡിൽ നടക്കുന്ന ഒരു T20 ഫോർമാറ്റിൽ ഒരു 40-കാരൻ കളിക്കാൻ ഇറങ്ങുന്നു, ഹിറ്റ് ചെയ്യുന്നു, 50 എടുക്കുന്നു, ആ ടീമിൻ്റെ ഒരു വിശ്വസ്തനായി മാറുന്നു. ആ ഒരു മാച്ച് എത്രത്തോളം ക്രൂഷ്യലായിരുന്നു ആ ഒരു പ്ലെയറിൻ്റെ കരിയർ ഡിഫൈൻ ചെയ്യുന്നതിൽ. ആദ്യം തന്നെ നമ്മൾ അരുൺ പൗലോസിനോട് നമ്മളൊരു സോറി പറയണം. കാരണം ഞാൻ ഈ ടീമിനെ പരിചയപ്പെടുന്നതിനിടയിൽ താരങ്ങളൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഈ ഒഫീഷ്യൽസ് നിൽക്കുന്നതിൻ്റെ സ്ഥലത്താണ് അരുൺ പൗലോസ്. എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. അതായത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാൾ, എന്തായാലും കളിക്കാരനാവില്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പം ഇത് ഞങ്ങളുടെ ടീമിൻ്റെ കുന്തമുന എന്ന് പറഞ്ഞിട്ട്, അത് നമ്മുടെ KK ജിയാസാണ് നമ്മളെ കോച്ച് അരുൺ പൗലോസ്. അപ്പോൾ അരുൺ പൗലോസിനെ കുറിച്ച് പറഞ്ഞപ്പം എൻ്റെ തലയിൽ കുറേ ഓടി. ഇത് ഒമാന് വേണ്ടി കളിച്ച അരുൺ പൗലോസ് തന്നെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ തലയിൽ ഇങ്ങനെ മിന്നിമായാണ്. നമ്മൾ എടുക്കണമല്ലത്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ്. പക്ഷെ പറഞ്ഞു വന്ന് അതേ അരുൺ പൗലോസാണ്. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് അവിടുന്ന് തന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആളെ മനസ്സിലാവാത്തതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഗ്രൗണ്ടിൽ പുലിയാണ്, ഒന്നും പറയാനില്ല. ഏജ് എത്രത്തോളം ഒരു ക്രിക്കറ്റ് താരത്തിന് ഗുണപ്പെടും എന്നുള്ളത് ആ കളി ഷർഫ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളൊക്കെ കാണുന്നത് ഇത് രസമാണെന്നറിയാം. ഭയങ്കര രസകരമായിട്ട് കളിക്കുന്നു. ശ്രീശാന്തുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ശ്രീശാന്ത് അരുൺ പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അരുൺ പൗലോസ് അങ്ങോട്ട് വിളിച്ച് ചോദിക്കായിരുന്നു അദ്ദേഹത്തോട്, ഞാനുണ്ടാവില്ല ടീമിൽ. 40-ാം വയസ്സിലും ഒരാൾ അങ്ങനെ കോൺഫിഡൻസോട് വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ സ്പാർക്കുണ്ട് എന്നാണ് ശ്രീ പറഞ്ഞത്. അങ്ങനെയാണ് ശ്രീ വീണ്ടും ഓപ്ഷൻ ടേബിളിൽ എത്തുന്നതും കൊല്ലം വിളിച്ചെടുക്കുന്നതും. ആ കളി പെർഫോമൻസ് കണ്ടിട്ട് ഷർഫിന് എന്ത് തോന്നി? കൃത്യം നമ്മൾ ആ മത്സരം കാണുമ്പോൾ നമുക്കറിയാം അസാധ്യ കോൺഫിഡൻസ് ആണ് ആ പ്ലെയറിനെ. നമ്മൾ നോക്കുമ്പം നമ്മൾ KCL പോലെ ഒരു മത്സരത്തിൽ നമ്മൾ കളിക്കുമ്പോൾ ഒരു പ്ലെയർ എത്രത്തോളം ഇതിലായിരിക്കും പ്രഷറിലായിരിക്കും കളിക്കുന്നതെന്ന് നമുക്കറിയാം. അതും ഈ ഒരു ഏജിൽ നമ്മൾ കളിക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരു വിഷയമുണ്ടോ. പക്ഷേ അരുൺ പൗലോസിൻ്റെ പ്രകടനത്തിൽ നമ്മൾ അത് ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. അതെനിക്ക് തോന്നുന്നത് കൊല്ലം ടീം നൽകുന്ന ഒരു കോൺഫിഡൻസ് ആണ്. കൊല്ലം അവരെ കൃത്യമായിട്ട് ഓരോ പ്ലേയേഴ്സിനെ കൃത്യമായി എങ്ങനെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൃത്യമായി അവരത് വിനിയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് അരുൺ പൗലോസിൻ്റെ ആ പ്രകടനം തോന്നുന്നത്. കാരണം ഓരോ ഷോട്ടുകളും ഇപ്പോൾ കവർ ഡ്രൈവ് ആണെങ്കിലും സ്ട്രേറ്റ് ഡ്രൈവ് ആണെങ്കിലും ഒക്കെ വളരെ അസാധ്യമായ പെർഫോമൻസ്. മാത്രമല്ല സ്പീഡും കൂടി നമ്മൾ നോക്കണം. ഒരു ഷോട്ടിൻ്റെ ഒരു ബാറ്റിൻ്റെ വേഗം അസാധ്യമാണ്. അപ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. അരുൺ പൗലോസിൻ്റെ ആ പെർഫോമൻസ് നമ്മൾ ഈ സീസണിൽ ഇനിയും തുടർന്ന് അതേ പെർഫോമൻസ് കാണട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അരുണിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ, ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്നോട് VA ജഗദീഷ് പറഞ്ഞാണ്, അരുൺ നല്ല ഹൈറ്റ് ഉണ്ട്, ഏതാണ്ട് 6 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബോൾ വരുന്ന സമയത്ത് 6 അടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റായിട്ട് അടിക്കുകയല്ല ചെയ്യാം. അദ്ദേഹം ഒന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്ന് ബോഡി ഒന്ന് അതിനനുസരിച്ച് ഒന്ന് ബെൻഡാകും, ഒന്ന് താഴേക്ക് പോകും. എന്നിട്ട് ബോൾ എവിടെ വന്ന് റീച്ച് ചെയ്യുന്നോ അവിടുന്ന് ബോൾ കുത്തി പൊങ്ങുന്നതിൻ്റെ അടിഭാഗത്ത്. അത് ക്രിക്കറ്റ് സാധാരണ എടുക്കുന്ന ഷോട്ടാണ്. പക്ഷേ അരുണിൻ്റെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. സാധാരണ ഹൈറ്റ് ഉള്ളവരെ പെട്ടെന്ന് കളിക്കാനുള്ള പ്രയാസങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലോ. പക്ഷെ അതല്ല, അതിനനുസരിച്ച് ടെക്നിക്കലി
പെർഫെക്റ്റ് ആണ് അരുൺ പൗലോസ്. നമ്മൾ ഈ അരുൺ പൗലോസിന്റെ ഉള്ളിൽ കണ്ടത് സ്പാർക്കല്ല, അതൊരു തീയായിരുന്നു. കാരണം ശ്രീശാന്ത് സ്പാർക്കിൽ മാത്രമല്ല വേണ്ടത്, അതൊരു തീയായിരുന്നു. ആ തീ കൊല്ലം ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിവേഗം തിരുവനന്തപുരം ടീമിലേക്ക് പോകാം. തിരുവനന്തപുരം ടീമിൽ അവർക്കൊരു കോമ്പിനേഷനാണ് സിജോ മോനും കൃഷ്ണപ്രസാദും. ഈ രണ്ട് താരങ്ങളാണ് ആ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഫ്രം ദ ഓപ്പണിംഗ് തുടങ്ങുകയാണ് അങ്ങോട്ടേക്ക്. ക്യാപ്റ്റനാണ് ഒരാൾ, മറ്റൊരാൾ ഓൾറൗണ്ട് പ്രകടനമാണ്. എന്തായിരുന്നു ഈ ഒരു താരങ്ങളുടെ ഇതുവരെയുള്ള ഒരു സീസൺ? നമ്മൾ കഴിഞ്ഞ സീസണിൽ ഈ സിജോമോൻ ജോസഫ്, കൃഷ്ണപ്രസാദ് രണ്ടുപേരും നമ്മൾ കഴിഞ്ഞ സീസണിൽ പറഞ്ഞതാണ്. കാരണം സിജോമോൻ ജോസഫാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും നന്നായിട്ട് ട്രിവാൻഡ്രത്തിന് വേണ്ടി കളിച്ചത്. മറ്റൊരു സിജോ കഴിഞ്ഞ തവണ തൃശ്ശൂരിലായിരുന്നു. കൃഷ്ണപ്രസാദ് കഴിഞ്ഞ തവണ ടോപ്പ് സ്കോർ ആയിട്ട്, അതായത് ട്രിവാൻഡ്രത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് കളിക്കുന്നതും ടോപ്പ് സ്കോർ ആയതൊക്കെ വേറൊരു പ്ലെയർ അതിന് സപ്പോർട്ട് കൊടുക്കാനില്ല. ഈ സീസണിലേക്ക് വരുമ്പോൾ അവരുടെ പ്രകടനം എടുക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കൃഷ്ണപ്രസാദ് അല്ല സിജോമോനാണ് കളിക്കുന്നത്. ഓൾറൗണ്ടർ പ്രകടനമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആലപ്പിക്കെതിരെയായിരുന്നു. ആലപ്പി റിപ്പിൾസിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടത്. മാത്രമല്ല ആ പ്രകടനം പറയുമ്പം ബാറ്റിങ്ങിൽ മറ്റേ ഏഴാമതോ ഇറങ്ങിയിട്ടാണ് സിജോമോൻ ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് മികച്ചൊരു ടോട്ടലിലേക്ക് അവരെ നയിക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ ബോളിങ്ങിലേക്ക് വരുമ്പം മികച്ച പന്തെറിഞ്ഞിട്ട് ബ്രേക്ക് ത്രൂ വിക്കറ്റ് നൽകുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ട്രിവാൻഡ്രം ടീമിനെ എനിക്ക് തോന്നുന്നത് ആ ടീമിന് ഫസ്റ്റ് വിജയമാണ് അവർ നേടിയിട്ടുള്ളത്. ഇതുവരെയുള്ള 4 മത്സരത്തിൽ ഒരു വിജയം മാത്രമാണ് നേടാൻ. അത് തന്നെ ഈ പ്ലേയേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലാണ്. നമ്മൾ വിഷ്ണു വിനോദിൻ്റെ കാര്യം പറയുന്നുണ്ട്. വിഷ്ണു വിനോദ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അവർ വലിയൊരു ഹൈപ്പുള്ള ഒരു പ്ലെയർ ആയിരുന്നു. വിഷ്ണു വിനോദ് ഉൾപ്പെടെയുള്ള കളിക്കാർ വരും മത്സരങ്ങളിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വന്നാൽ മാത്രമായിരിക്കും ട്രിവാൻഡ്രത്തിന് കുറച്ചുകൂടി സാധ്യത എന്ന് തോന്നുന്നു. അപ്പം ഇതിലിപ്പോൾ സിജോമോൻ ജോസഫിൻ്റെ കാര്യം കൃത്യമായിട്ട് തന്നെയാണ്, ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾറൗണ്ടർമാർ ഇപ്പോൾ അഖിൽസ് കറിയൻ്റെ കാര്യം പറഞ്ഞു. അത്തരത്തിൽ ചുരുക്കം ഓൾറൗണ്ട് പ്രകടനമാണ് നമ്മൾ ഈ സീസണിൽ കണ്ടുവരുന്നത്. അതിലേറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കാണാനായത്. അപ്പം നമ്മൾ തൃശ്ശൂർ ടീമിലേക്ക് പറയാം. തൃശ്ശൂർ ടീം നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞ ഒരു യങ് ടീമാണ്, ഒരു യങ് ക്യാപ്റ്റനാണ്, ഒരു യങ് നിരയാണ്. അതിൻ്റെ ഒരു മിനിമം ഡെലിവർ ചെയ്യുന്നുണ്ട് എല്ലാ മത്സരങ്ങളും. അവർക്ക് ഓരോ മത്സരത്തിലും ഓരോ മാൻ ഓഫ് ദ മാച്ച് പ്രകടനങ്ങളാണ്. അതായത് ഓരോ താരങ്ങളാണ് ഡെലിവർ. ഒന്ന് നിഖിൽ തോട്ടത്തായിരുന്നു, മറ്റൊന്ന് ക്യാപ്റ്റനായ MS അഖിലാണ്. അങ്ങനെ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇനാനായിരുന്നു. ഇനാൻ്റെ ആ ഒരു ഹിറ്റ് നമ്മൾ ഒരിക്കലും ഈ ഒരു സീസൺ കണ്ട ഒരാളും സീസൺ അവസാനിച്ചാലും ഇനി പുതിയ സീസണുകൾ വന്നാലും മറക്കാൻ സാധ്യതയില്ലാത്ത ഹിറ്റായിരുന്നു. എത്തരത്തിലാണ് ഈ ഒരു ടീമിൻ്റെ സാധ്യതകൾ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓൾ ടീമിൻ്റെ പ്രകടനം? തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ നമ്മൾ താരങ്ങൾക്ക് മാർക്കിടുന്നില്ല. പക്ഷേ എൻ്റെ ഫുൾ കയ്യടി ക്യാപ്റ്റൻ അഖിൽ MS തന്നെയാണ്. ഒരു സംശയമില്ല. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ്. ഗ്രൗണ്ടിനകത്തും പുറത്തും അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ടുള്ള ആളാണ്. തൃപ്പൂണിത്തറക്കാരനാണ്. അപ്പോൾ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന ക്രിക്കറ്റിൻ്റെ ഒരു വളരെ പൈതൃകമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും അദ്ദേഹം ശരിക്കും തൃശ്ശൂരിന് വേണ്ടി എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ നമ്മൾ നോക്കണം. ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും എപ്പോഴൊക്കെ എന്തൊക്കെ വേണോ അത് ഡെലിവറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവസാനം ഒരു സിക്സർ അടിച്ചിട്ടാണ് കളി ജയിപ്പിക്കുന്നത്. നിർണായകമായ ക്രൂഷ്യൽ ടൈമിൽ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു. മുഹമ്മദ് ഇനാനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ നിന്ന് ആണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വായിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ KCL മൈതാനത്ത് ഇനാൻ എത്തിയപ്പോൾ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം. അത് 7 ബോളിൽ നിന്ന് 17 റൺസ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റൺസ്. പക്ഷേ ഇനാനെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ KCL ഓർത്തിരിക്കുന്നത് ഇനാൻ ആദ്യം എടുത്തൊരു ക്യാച്ചാണ്. ഒരു മുന്നോട്ടേക്ക് വന്ന് ഫുൾ സ്ലൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് ആഞ്ഞു വന്ന് അദ്ദേഹം ബോൾ പിടിച്ചതിന് ശേഷം ഗ്രൗണ്ടിലൂടെ കുറേ മുന്നോട്ട് പോയി ഇറങ്ങിപ്പോകുന്നൊരു അസാധ്യമായിട്ടുള്ള ഫീൽഡിംഗ് മികവും അദ്ദേഹത്തിനുണ്ട്. നിഖിൽ തോട്ടത്ത് ഓഫ് കോഴ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഫസ്റ്റ് മത്സരത്തിൽ കാലിക്കറ്റ് വേഴ്സസ് തൃശ്ശൂർ മത്സരത്തിൽ അദ്ദേഹം വന്നു. അപ്പം വിക്കറ്റ് കീപ്പർ. അതെ, തൃശ്ശൂർ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുള്ള ടീം തന്നെയാണ്. അഖിലിനാണ് അതിലേറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുക. പക്ഷേ അഖിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും അതിൽ നമ്മൾ കണ്ടു. തൃശ്ശൂരിന് ടീമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ ടീം ഉടമ സജാദ് സേട്ട് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പറയണം. സജാദ് സേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് മാനാണ്. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, വെജിറ്റബിൾസ് എക്സ്പോർട്സ് ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ തൃശ്ശൂർ പോലെ ട്രിവാൻഡ്രംകാരനാണ്, തൃശ്ശൂർ പോലെ ഒരു ടീം ഓൺ ചെയ്യുമ്പോൾ എനിക്ക് പറ്റാതെ പോയത് എനിക്ക് പിന്നാലെ വരുന്നവർക്ക് പറ്റണം, ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടാണ് അദ്ദേഹം. മാത്രമല്ല ഈ മത്സരം കഴിഞ്ഞ് കപ്പടിച്ചാൽ അതിൻ്റെ പകുതി തുക താരങ്ങൾക്ക് കൊടുക്കുന്നോ, അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എവിടെയാണോ ക്രിക്കറ്റിനോടുള്ള ആത്മാർത്ഥത തുടങ്ങുന്നത് അത് ആ ടീമിൻ്റെ ഉടമയിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. അത് ക്യാപ്റ്റനിൽ നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ സപ്പോർട്ടിങ് സ്റ്റാഫിൽ നമ്മൾ കാണും. കെവിൻ ഓസ്കാർ എന്നൊക്കെ പറയുന്ന
അവരുടെ കോച്ചിങ് ഇതിൽപ്പെട്ട ആൾ കക്ഷിയുണ്ട്. ഗംഭീരമായിട്ട് പഴയ പ്ലെയറാണ്. അവരൊക്കെ ഒന്നിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലിങ്ങാണ്. തൃശ്ശൂർ മുന്നോട്ട് പോകേണ്ട ഒരു ടീം തന്നെയാണ്, ഒരു സംശയവുമില്ല. 1-2 മത്സരങ്ങളിൽ അവർക്ക് ഒരു പറ്റിയിരുന്നു. പക്ഷേ അവസാന മത്സരത്തിൽ അവർ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പെട്ടെന്ന് കളി നടക്കുന്നതിനെ കൊണ്ട് നമ്മൾ ഓർമ്മയിൽ പോലും തങ്ങി നിൽക്കില്ല. കാരണം ഇന്നിപ്പോൾ കാലിക്കറ്റ് വേഴ്സസ് ആലപ്പി വേഴ്സസ് കൊല്ലമാണെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും പെട്ടെന്ന് ഗ്യാപ്പ് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അത് വീണ്ടും കളിക്കേണ്ടി വരുന്നുണ്ട്. എന്നാലും തൃശ്ശൂർ നല്ല ടീമാണ്, അവർ മുന്നോട്ടേക്ക് തന്നെ പോകും. നമ്മൾ ചാമ്പ്യൻ ടീമിനെ കൂടി സംസാരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്നുള്ളത്, അവർക്ക് കഴിഞ്ഞ വർഷം സഞ്ജു സാംസൺ എന്നുള്ളൊരു വലിയൊരു പവർ ഒപ്പം ഉണ്ടായിരുന്നു. ഈ വർഷം സഞ്ജു ഇല്ലെങ്കിലും ആ ഒരു ടീം നല്ലൊരു ബാലൻസ്ഡ് സ്ക്വാഡുമായിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത്. എന്നിരുന്നാലും കൂടി നമ്മൾ പ്രതീക്ഷിച്ചൊരു വലിയ തുടക്കം ഒരു ചാമ്പ്യൻ ടീമിൽ നിന്നുമുള്ളൊരു തുടക്കം നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും മത്സരം പുരോഗമിക്കുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞൊരു ഹാഫ് വേയിലേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. ഒരിക്കലും ഒരു ടീമിനെ ജഡ്ജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. എന്നിരുന്നാൽ കൂടി അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേസ് ഡുവോ ഉണ്ട്. ഒന്ന് കെ എം ആസിഫാണ്, മറ്റൊന്ന് ബേസിൽ തമ്പിയാണ്. ഈ 2 താരങ്ങളാണ് അവർക്ക് വേണ്ടി പല മത്സരങ്ങളും കൈവിട്ട് പോകുമെന്ന് തോന്നിക്കുന്ന പല മത്സരങ്ങളും ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ജയിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കളിയുടെ ക്രൂഷ്യൽ മൊമെന്റ് മാച്ച് ഇവർക്ക് അനുകൂലമാക്കി തിരിക്കുന്നത്. എന്താണ് ഈ 2 താരങ്ങളുടെ ഒരു പ്രകടനത്തെ പറ്റി പറയാനുള്ളത്? നമുക്ക് ഫസ്റ്റ് മത്സരം, അതായത് ഈ സീസണിലെ ഫസ്റ്റ് ഡേ നടന്ന മത്സരമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും കൊല്ലം സേലിയേഴ്സും. ഇവരെ മത്സരത്തിൽ തന്നെ നമ്മൾ ആ ഒരു ഡ്യൂവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കൊച്ചി ഫസ്റ്റ് ജയവും ആ മത്സരത്തിലാണ് ജയിക്കുന്നത്. പിന്നീട് കൊച്ചിക്ക് ആ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മത്സരം നമ്മൾ എടുക്കുമ്പം അതിൽ അവരുടെ ഒരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാറ്റിങ്ങിലാണ്. ബാറ്റിങ്ങിൽ കഴിഞ്ഞ സീസണിലെ ആ ഒരു പെർഫോമൻസിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് കവർ ചെയ്യുന്ന ഒരു ബോളിംഗ് നിര അവർക്കുണ്ട്. അത് നേരത്തെ ഫസി പറഞ്ഞ പോലെ ആസിഫും പിന്നെ ബേസിൽ തമ്പി 2 എക്സ്പീരിയൻസ് പ്ലെയേഴ്സാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ IPL എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ രഞ്ജി ട്രോഫി പോലെയുള്ള മത്സരം ഡൊമസ്റ്റിക്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള 2 ബോളേഴ്സാണ്. അവർ വിക്കറ്റ് എടുക്കുന്നു, കൃത്യമായി ബോളിങ്ങിൽ മുന്നേറുന്നുണ്ട്. പക്ഷേ ആ ബോളിങ്ങിലെ ആ പ്രകടനം അവർക്ക് ബാറ്റിങ്ങിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ ഓപ്പണിംഗ് പെയറിനൊക്കെ അവർ ഈ സീസണിൽ തന്നെ മാറ്റി പരീക്ഷിക്കുന്നതൊക്കെ കണ്ടു. പല മത്സരങ്ങളിലും അവർ റീഷഫിൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. അത് തന്നെയാണ് അവരുടെ മൊത്തം ഒരു പെർഫോമൻസിൽ. ഫസ്റ്റ് മത്സരം ജയിച്ചതിന് ശേഷം അവർ ഈ കഴിഞ്ഞ മത്സരം കാലിക്കറ്റ് ആയിട്ടൊക്കെയുള്ള മത്സരം അവർ ക്രൂഷ്യൽ ഇതിലാണ് പോകുന്നത്. അവസാനം 3 റൺസിനാണ് പോകുന്നത്. അതിൽ ഒരു പ്ലെയർ ഉണ്ട്, സച്ചിൻ സുരേഷാണ് പല മത്സരത്തിലും കളി തിരിക്കുന്നത്. സച്ചിൻ സുരേഷും കാർത്തിക് കോംബോ ആയിരുന്നു കളി. അപ്പൊ അവര് തുടക്കത്തിൽ തന്നെ വിനൂപ് മനോഹരൻ, വിപുൽ ശക്തി, ഇവരൊക്കെ വളരെ പ്രൂഡ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ആണ്. പക്ഷെ അവർക്കൊന്നും ഫോമിലേക്ക് എത്തണം. സാലി സാംസൺ, നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല പെർഫോമൻസ് നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. മുഹമ്മദ് ആഷിഖിന്റെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു പീക്ക് പെർഫോമൻസ് നമ്മൾ ഷാനു അതെ ഗംഭീര പ്ലെയറാണ്. അപ്പം പൂർണ്ണ തോതിലേക്ക് കൊച്ചിക്ക് അവരുടെ ഫോമിലേക്ക് എത്താൻ സെറ്റായിട്ട് ക്രിക്കറ്റിന്റെ കാര്യത്തിലാട്ടാ ഞാൻ പറയുന്നത്. കളിയുടെ കാര്യത്തിൽ അവരൊന്നുകൂടെ സെറ്റാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടീമുണ്ട്, ആളുകളുണ്ട്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഡേ വന്നു മതി. ഗുഡ് ഡേ ഒന്നും വേണ്ട, ഒരു ബെറ്റർ ഡേ വന്നു കഴിഞ്ഞാൽ ഈ കടന്ന പോയിന്റ് ടേബിളൊന്നും ആയിരിക്കില്ല, മറിയും. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ആവേശകരമായ മത്സരങ്ങൾ വരാനുണ്ട്. ഇന്ന് രാത്രി മത്സരമുണ്ട്, ഇപ്പോൾ ഒരു മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരങ്ങളൊക്കെ അതിൻ്റെ ആവേശത്തിലേക്ക് എത്തട്ടെ, ആവേശം തുടരട്ടെ. അതിനുശേഷം വീണ്ടും നമുക്ക് പിന്നീട് ഇരിക്കാം.